പഠിത്തതാ ഈ റീസെൻ്റ്ലി ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ്, അവരുടെ ഫാമിലി ഗോ ത്രൂ ചെയ്ത ആ ഒരു അനുഭവത്തിൽ നിന്നാണ് എനിക്ക് അയാളെ പറ്റി ഞാൻ രണ്ടാമതൊന്ന് റീതിങ്ക് ചെയ്തത്. അപ്പോൾ റീതിങ്ക് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഓരോ സമയവും ആക്ച്വലി നമ്മളതിനെ ആലോചിച്ചാൽ അറിയാം, ഒരു കുട്ടി ഇപ്പം 2 കുട്ടിയാകുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനായി എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഇവിടെ ഇവർക്ക് 4 കുട്ടികളാണുള്ളത്. ഈ 4 കുട്ടികളാകുമ്പോൾ ഇയാൾ വലിയൊരു ആക്ടറൊന്നുമല്ല, ഒരു നോർമൽ ആവറേജ് മനുഷ്യനാണ്. അയാൾക്ക് അത്രയൊന്നും വരുമാനം ഉണ്ടായിക്കോളൊന്നുമില്ല. നമുക്കറിയാം, നമ്മൾ പണ്ട് ശ്രീരാമൻ ശ്രീദേവി ആ സീരിയലൊക്കെ അഭിനയിച്ചിരുന്ന ആളാണല്ലോ. അപ്പോൾ സീരിയൽസൊക്കെ അഭിനയിച്ചിരുന്ന ഒരാൾക്ക് അത്രമാത്രം വരുമാനമൊന്നും ഉണ്ടായില്ല. എന്നാലും 4 പെൺകുട്ടികൾ അയാൾക്ക് ഉണ്ടായിട്ടും അയാൾ ഒരു നിമിഷം പോലും, ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും പറയുന്നത് കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയൊന്നും. അങ്ങനെയൊന്നും അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടും അവർ ആ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി. അത് മാത്രമല്ല, ഈ 4 കുട്ടികളുണ്ട് വിചാരിച്ചിട്ട് മൂത്ത കുട്ടീനെ പ്രഷറൈസ് ചെയ്ത് നീ കല്യാണം കഴിക്കുന്നോ അങ്ങനെ ഒരു രീതിയിലും ഇല്ല. അങ്ങനെ എല്ലാവരും അവരവരുടെ രീതിയിൽ അവരുടെ സ്റ്റാൻഡ് ഓൺ യുവർ ഫൂട്ട് എന്നുള്ള രീതിയിൽ അവരെല്ലാവരും സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് അവർ ഇന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ്. നമ്മൾ കുറ്റം പറയുന്നതും ശരി പറയുന്നതും ഒക്കെ അതേപോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഇപ്പോൾ കൃഷ്ണകുമാറിനോട് അവരുടെ അവരുടെ ഭാര്യയോടും അവരുടെ ഫാമിലിയോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ഫീൽ ചെയ്തു. ആൻഡ് ദ വേ അഹാന സ്റ്റുഡ് ഫോർ ഹെർ സിസ്റ്റർ. അങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇനിയിപ്പോൾ പോലീസ് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അവരുടെ കയ്യിൽ ഡയറക്റ്റ് വീഡിയോ ആണ് അവർ ഇൻട്രോഗേറ്റ് ചെയ്യുന്നത്, ആ കുട്ടികൾ കുറ്റം സമ്മതിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്ററിനെ കിട്ടാനും നമുക്ക് ഭാഗ്യമാണ്. എങ്ങനെയാണ് ഇവർ ഇത്രയും കുടുംബത്തോട് ചേർന്ന്, അത് എല്ലാ ആളുകളും കണ്ടു പഠിക്കേണ്ട ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരും കിടന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ വരെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇങ്ങനെ ഇടുന്നു, പിന്നെ എന്താ പറയുക ബോയ് ഫ്രണ്ട്സ് എന്തിനാ ഇങ്ങനെയൊക്കെയെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിൻസിയറായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ അവർ ഒരു സ്വാതന്ത്ര്യത്തിലും കയറി ഇത് ചെയ്യില്ല അത് ചെയ്യില്ല എന്നൊന്നും അവർ പറയുന്നില്ല. മാത്രമല്ല അവരെല്ലാവരും സ്റ്റാൻഡ് ഇൻ യുവർ ഫീറ്റായി, സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തി വന്നു. എല്ലാ പെൺകുട്ടികളും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. അവർക്ക് ലവ് മാരേജ് അത് അവരുടെ പേഴ്സണൽ തിങ്, അതിനെ പറ്റിയൊന്നും ഇയാൾ ബോധേഡല്ല. ആക്ച്വലി ഇയാളൊരു നല്ല ഫാദറും അമ്മ ഒരു നല്ല മദറുമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എവിടേക്കോ ഞാൻ തെറ്റിദ്ധരിച്ചു, പക്ഷേ എനിക്കിപ്പോൾ അത് തിരുത്തണം തോന്നി. അപ്പോൾ അത് പറയും. അപ്പം ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു മോഡലിനെ കാണിച്ചു തരാമല്ലോ. അങ്ങനെ അല്ലാത്ത ആളുകളും ഈ ലോകത്തുണ്ട് എന്ന് കാണിച്ചു തരാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കൃഷ്ണകുമാറിനെയും ഫാമിലിയും എനിക്കിപ്പോൾ തോന്നുന്നത്. ആൻഡ് എനിക്ക് അഹാനയുടെ ആ ഒരു അവളെയൊക്കെ ചേർത്ത് നിർത്തിയ അനിയത്തി ഉള്ളപ്പോൾ അനിയത്തിനെ ചേർത്ത് നിർത്തിയ ആ ഒരു രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു 35 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു 3 സിസ്റ്റേഴ്സിൻ്റെ ഇടയിലും 4 സിസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ജീവിക്കുമ്പോൾ ഉള്ള ഒരു മീൻസ് സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ ആ ഒരു അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഭയങ്കര അതൊരു സ്ട്രെങ്ത് ആണെന്നുള്ളത് എന്നെ തിരിച്ചറിയിപ്പിക്കുകയാണ്. ഒരിക്കലും ഒരു പെൺകുട്ടികളും പ്രശ്നങ്ങൾ വരുമ്പോൾ ലാസ്റ്റ് ആ വരി പറയുന്ന പോലെ തന്നെ, പേടിച്ചരണ്ട നിൻ കണ്ണുകൾ രാപ്പകൽ തേടുന്നതാ